BBC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ്സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. രാഹുൽ ഗാന്ധി വിളിപ്പിച്ചു. മുരളീധരനും സുധാകരനും ഡൽഹിക്ക്. മുഖ്യമന്ത്രി ചർച്ചയിലെ തീരുമാനം നേതാക്കളെ ബോധ്യപ്പെടുത്തും. കോൺഗ്രസ് മുഖ്യമന്ത്രി ചർച്ചയിൽ. മുൻ KPCC അധ്യക്ഷന്മാരുമായി ചർച്ച. മുൻ KPCC അധ്യക്ഷന്മാരെ AICC ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു. നാളെ AICCയുമായി ചർച്ച നടത്തും. K മുരളീധരൻ, K സുധാകരൻ, MM ഹസൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, VM സുധീരൻ എന്നിവരെയും ഡൽഹിക്ക് വിളിപ്പിച്ചു. നേതാക്കളോട് അടിയന്തരമായി എത്തുവാൻ നിർദ്ദേശം നൽകി. രാഹുൽ ഗാന്ധിയാണ് നേതാക്കളെ വിളിപ്പിച്ചത്. 4 ആൾ കൂടുന്നിടത്ത് പോകുവാൻ പറ്റാത്ത അവസ്ഥ. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നതിൽ ലീഗിന് കടുത്ത അതൃപ്തി. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നതിൽ കടുത്ത അതൃപ്തിയുമായി മുസ്ലിം ലീഗ്. വോട്ടർമാരോട് മറുപടി പറയുവാൻ കഴിയുന്നില്ലെന്ന് അബ്ദുൽ ഹമീദ് മാസ്റ്റർ. MLA-മാരുടെ വിജയാഹ്ലാദ പ്രകടനം പോലും നടത്താൻ പറ്റുന്നില്ല. 4 ആൾ കൂടുന്നിടത്ത് പോകുവാൻ പറ്റാത്ത അവസ്ഥ. ഇങ്ങനെ നീണ്ടുപോകുവാൻ കഴിയില്ലെന്നും അബ്ദുൽ ഹമീദ് മാസ്റ്റർ വ്യക്തമാക്കി. പത്തനംതിട്ടയിൽ 3 വയസ്സുകാരിയെ തെരുവുനായ കടിച്ചു കീറി, ഗുരുതര പരിക്ക്. പത്തനംതിട്ട ഓമലൂരിൽ 3 വയസ്സുകാരിയെ തെരുവുനായ കടിച്ചു കീറി. കുട്ടിയുടെ കണ്ണിനും മുഖത്തും പരിക്കേറ്റു. ഇന്ന് ഉച്ചയ്ക്ക് 12:30ഓടെയാണ് തെരുവുനായ കുഞ്ഞിനെ വീട്ടിൽ കയറി ആക്രമിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ സുകന്യയെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അടുക്കള വാതിൽ വഴി വീടിനുള്ളിൽ കടന്നായിരുന്നു ആക്രമണമുണ്ടായത്. ആക്രമണത്തിൽ കുഞ്ഞിന്റെ കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ആദ്യം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. തെരുവുനായ ശല്യം നിരന്തരമായുള്ള പ്രദേശമാണിതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഉപഭോഗം കുറയ്ക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം വന്നതിന് തൊട്ടു പിന്നാലെയാണ് പെട്രോളിയം മന്ത്രാലയം വ്യക്തത വരുത്തിയത്. അന്തർമന്ത്രാലയ വാർത്താ സമ്മേളനത്തിലായിരുന്നു മറുപടി. KPCC അധ്യക്ഷനെ തീരുമാനിക്കുന്നത് ഹൈക്കമാൻഡ്. അധ്യക്ഷ സ്ഥാനത്തിന് എല്ലാവർക്കും ആഗ്രഹമുണ്ടാകും. കൊടിക്കുന്നിൽ സുരേഷ്. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിച്ച് AICC അധ്യക്ഷനെ കണ്ടെന്ന് വാർത്ത തള്ളാതെ കൊടിക്കുന്നിൽ സുരേഷ് MP. അധ്യക്ഷ സ്ഥാനത്തേക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ടാകും. മന്ത്രിസഭാ ചർച്ചകൾ പൂർത്തിയായാൽ മാത്രമേ KPCC അധ്യക്ഷനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിക്കൂവെന്നും കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു. അന്തിമ തീരുമാനം ഹൈക്കമാൻഡിന്റേതാണെന്നും അദ്ദേഹം പറഞ്ഞു. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. അമേരിക്കയുടേത് യുക്തിരഹിതമായ ആവശ്യങ്ങൾ. യുദ്ധം ചെയ്യുവാൻ നിർബന്ധിതരായാൽ പോരാടും ഇറാൻ. യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള ഇറാന്റെ നിർദ്ദേശം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളിയതിനെതിരെ ഇറാൻ വിദേശകാര്യ മന്ത്രാലയം. മേഖലയിലെ സുരക്ഷ തകർക്കപ്പെട്ടുവെന്ന് ഇറാൻ വ്യക്തമാക്കി. അമേരിക്കയുടേത് യുക്തിരഹിതമായ ആവശ്യങ്ങളെന്നും യുദ്ധം ചെയ്യുവാൻ നിർബന്ധിതരായാൽ പോരാടുമെന്നും പറഞ്ഞു. നയതന്ത്രത്തിന് അവസരം ലഭിച്ചാൽ പ്രയോജനപ്പെടുത്തും. ചർച്ചകൾ ദേശീയ താൽപര്യങ്ങളെ അടിസ്ഥാനമാക്കി മാത്രമെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. AIADMK പിളർന്നു. എടപ്പാടി K പളനിസ്വാമിക്ക് 17 MLA-മാരുടെ പിന്തുണ മാത്രം. തമിഴ്നാട്ടിൽ AIADMK പിളർന്നു. എടപ്പാടി K പളനിസ്വാമിയെ നിയമസഭാ കക്ഷി നേതാവായി പിന്തുണച്ച നിയമസഭാ സെക്രട്ടറിക്കും പ്രോടേം സ്പീക്കർക്കും കത്ത് നൽകി 17 MLA-മാർ. 30 പേർ SP വേലുമണിയെ പിന്തുണച്ച് കത്തയച്ചു. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 30 പേർ TVKയ്ക്ക് പിന്തുണ നൽകും. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.